അപ്പോഴേ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ ഈ കിടക്കുന്ന ഒരു 24 സെൻറ്റ് പറമ്പ് ഭൂമി കൊടുക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. സ്ഥലം അവിടെ അറിയോ? നമ്മുടെ പാലക്കാട് നിന്ന് നമ്മൾ നേരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നേരെ ധോണിയിലോട്ട് പോവുകയാണെങ്കിൽ ധോണി എത്തണ്ട കേട്ടോ, റെയിൽവേ കോളനി കഴിഞ്ഞിട്ട് നമ്മുടെ ഉമ്മിനി വരുന്നുണ്ടല്ലോ. ഈ ഉമ്മിനി സ്കൂളുണ്ട്, ഒരു ഹൈസ്കൂളാണ്. ഈ ഉമ്മിനി ഹൈസ്കൂളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് റോഡ്, നമ്മുടെ പപ്പാടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ലോക്കൽ പേര് പപ്പാടിയാണ്. ഈ പപ്പാടിയിലാണ് ഈ സ്ഥലം വരുന്നത്. ഇതാണ്ടോ, ഇത് മൊത്തം റോഡാണ് കേട്ടോ, നല്ല വീതിയുള്ള. ഇവിടെ ഏകദേശം ഒരു 4 മീറ്ററിനടുത്ത് റോഡ് വീതി വരുന്നുണ്ട്. ആ കാണുന്ന മതില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വരുവേ, ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൻഡ് വരെ കണ്ടോ. ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ അതൊക്കെ വീടുകളാണ് കേട്ടോ. അതൊക്കെ മൊത്തം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്, ഒരുപാട് വീടുകളുള്ള ഭാഗമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ സ്ഥലത്തു നിന്ന് ആകെ 4 കിലോമീറ്ററേ വരുന്നുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ആ ഭാഗം മുതൽ ഇതുവരെ നല്ല ഫ്രണ്ടേജ്, ഏകദേശം ഒരു 20-24 മീറ്റർ നല്ല ഫ്രണ്ടേജ് വരും കേട്ടോ. ഈ കിടക്കുന്ന സ്ഥലമാണ് കൊടുക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 2018 പോലും നമുക്ക് വെള്ളമൊന്നും കയറാത്ത നല്ല ഭൂമിയാണ്. ഇതിനകത്ത് മൊത്തം വരുന്നത് നമുക്ക് കണ്ടോ, ഒരു 7 നല്ല കായ്ക്കുന്ന തെങ്ങ് വരുന്നുണ്ട്. ആണോ, ഈ ഒരു നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 7 നല്ല കായ്ക്കുന്ന തെങ്ങ് വരുന്നുണ്ട്. പിന്നെ കണ്ടോ, അത്യാവശ്യം നല്ല വണ്ണമുള്ള തേക്ക് മരം ആണോ, കൈ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല വണ്ണമുള്ള നല്ല തേക്ക് മരം, ഏകദേശം ഒരു 8 തേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേരക്ക മരങ്ങൾ കാര്യങ്ങൾ, നമുക്ക് ആ ഭാഗത്തൊക്കെ നല്ല കഴുണിമരം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് വല്ല ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ സംഭവം സെറ്റായിട്ടുള്ളതാണ്. ഇതാണ് ഓരോ തേക്കിൻ്റെ വലിപ്പം നോക്കിയത്. നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടാണെങ്കിലും നാളെ നിങ്ങൾക്ക് ഭാവിയിൽ വീട് വെക്കാനാണെങ്കിലും സംഭവം സെറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്ത് കണ്ടോ, പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണങ്ങി നിൽക്കുകയാണേ. ഇതാണോ, ഇനി ചക്കയെ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതാണോ, ഇഷ്ടം പോലെ ചക്കകളാണ് കേട്ടോ മുകളിൽ. അല്ല, ഒരുപാട് ചക്കയും കാര്യങ്ങളും, നല്ല വലിയ മരമാണ് കേട്ടോ. ഇടിച്ചക്കയൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. അപ്പോൾ ഇതാണോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ചക്കയും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. ഇതിൽ 4 സൈഡും ഇതുപോലെ കമ്പിവേലി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫെൻസിങ് കാര്യങ്ങൾ കണ്ടോ, നമുക്ക് 4 സൈഡിലായിട്ട് ഇങ്ങനെ ഫുള്ള് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ധോണി ഫാമിലിക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്, 1 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ലീഡ് കോളേജ് ഇല്ലേ, ധോണി ലീഡ് കോളേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കേട്ടോ. പിന്നെ നമ്മുടെ NSS കോളേജ് ഇല്ല, ആദ്യത്തെ NSS കോളേജിലേക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് NSS കോളേജ് വരുന്നത്. അപ്പം പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ 4 കിലോമീറ്റർ. പിന്നെ നമ്മുടെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ ചർച്ചൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു 700 മീറ്റർ പോയി കഴിഞ്ഞാൽ എത്താൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ അമ്പലങ്ങൾ പിന്നെ ഇഷ്ടം പോലെ എല്ലാവിടെ ഉള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സ്കൂളാണെങ്കിൽ നമുക്ക് LP UP ഹൈസ്കൂളൊക്കെ നമ്മുടെ ഉമ്മിനി സ്കൂൾ തന്നെ ഉണ്ട്, ഗവൺമെൻറ് സ്കൂൾ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റ് തോമസ് വരുന്നുണ്ട്, CBSE ആണ് സെൻറ്റ് തോമസ് സ്കൂൾ കാര്യങ്ങൾ. പിന്നെ റെയിൽവേ സ്കൂള്, പിന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ KV, അതൊക്കെ നമുക്ക് ഇവിടുന്ന് അടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേത് പോലീസ് സ്റ്റേഷൻ ഇല്ലേ, നമ്മുടെ ഹേമാംബിക പോലീസ് സ്റ്റേഷൻ, ഇവിടെ നിന്ന് ഒരു എത്ര ഉണ്ടാവും, ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ് ഹേമാംബിക പോലീസ് സ്റ്റേഷൻ. അവിടെ തന്നെയാണ് പിന്നെ ഈ സ്കൂളൊക്കെ വരുന്നത്, നമ്മുടെ റെയിൽവേ സ്കൂളും KV ഒക്കെ വരുന്ന നല്ലൊരു ലൊക്കേഷനാണ്. പിന്നെ നമ്മുടെ പുതിയ ഒരു ഇത് വരുന്നുണ്ട്, ഗ്രൗണ്ടൊക്കെ ഇവിടെ ഓപ്പണിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ MP രാജേഷ് കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മുടെ ഒരു സ്റ്റേഡിയം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റൊക്കെ വരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് സെറ്റായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സൈഡിൽ നല്ല കരിങ്കല്ല് വെച്ചിട്ട് നമുക്ക് അതിർത്തി ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ സൈഡിൽ ഒരു കമ്പിവേലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീടാണ് കേട്ടോ, അതൊക്കെ കാണുന്നുണ്ട്, അതിനകത്ത് ചെറുതായി കാണുന്നുണ്ട്. അതാണ് ആ വീടുകളാണ് നടക്കുന്നത്. അതിനപ്പുറത്തോട്ട് ബാക്കിൽ അപ്പുറത്തായിട്ട് നമ്മുടെ ഗിരിനഗറാണ് വരുന്നത്. അതായത് റെയിൽവേ കോളനി ഇപ്പുറത്ത് നമുക്ക് ഗിരിനഗറില്ലേ, ആ ഗിരിനഗറിലേക്കുള്ള എൻട്രൻസ് ആണ് ആ ഒരു ഏരിയ വരുന്നത് കേട്ടോ. പിന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ബാക്കിൽ അത്യാവശ്യം നല്ല മൗണ്ടൻ വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ആ ചെടികളുടെ ഇടയിൽ കൂടെ നല്ല മൗണ്ടൻ വ്യൂ ആണ്. വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാണ്. നമുക്ക് മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും സമയം 1 മണി, പാലക്കാടൻ ചൂട് അത്യാവശ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു വേർപ്പ് പോലും ഇല്ല, നല്ല തണുപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും മരങ്ങൾ ചുറ്റിനുണ്ട്, നല്ല ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വെള്ളം കയറില്ല, കാരണം ഈ സ്ഥലം കിടക്കുന്നത് കണ്ടോ, ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം അങ്ങനെ റോഡിലോട്ട് പോകും, അങ്ങനെ പോകും താഴോട്ട്. അങ്ങനെ പോയിട്ട് ഇതിനപ്പുറത്ത് നമുക്ക് പാടമൊക്കെയാണ്, നെൽപ്പാടമാണേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ വെള്ളം അങ്ങനെ പോകും. ആ വെള്ളം നിൽക്കുകയൊന്നുമില്ല. പിന്നെ കിണർ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ.
അപ്പോൾ അത്രയും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, മൊത്തത്തിലാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിത് 2 പീസ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു 10-24 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട്. ഒരു 12 മീറ്റർ ഫ്രണ്ടേജ് ആയിട്ട് നേരെ ക്രോസ് ചെയ്ത് 2 ആൾക്കാർക്ക് വീട് വെക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. മൊത്തം 24.4 സെൻറ്റാണ് ഇതിനകത്ത് മൊത്തം സ്ഥലം വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് 2,50,000 രൂപയാണ് പെർ സെൻറ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ ഗിരിനഗർ ഭാഗത്തൊക്കെ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപേൻ്റെ അടുത്താണ് മാർക്കറ്റ് വിലയുള്ളത് കേട്ടോ. അപ്പോൾ 2.5 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ നിങ്ങൾ വിളിക്കുക, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് നേരെ ധോണിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മിനി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ റോഡില്ലേ, പപ്പാടി റോഡ്. ആ പപ്പാടി റോഡ് വന്ന് നമുക്ക് അവിടെ ഒരു മില്ലുണ്ട്. അതായത് നമ്മുടെ അരി, മുളക്, മല്ലിയൊക്കെ പൊടിക്കുന്ന മില്ലാണ് ഇതാ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ മില്ലിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. കറക്റ്റ് സ്ക്വയർ, കാരണം ഒരു 24 മീറ്റർ അങ്ങനെയും ഒരു 24 മീറ്റർ ഇങ്ങനെ ബാക്കിലും കറക്റ്റ് 22-24 മീറ്റർ സൈഡും, അങ്ങനെ കറക്റ്റായിട്ട് ഹൽവ കഷ്ണം പോലെ നല്ലൊരു പീസാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ്. അപ്പോൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുക, നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സെൻറ്ററിലൊക്കെ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ മരങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, വീടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നാളികേരത്തിനൊക്കെ 80-85 രൂപ വിലയുണ്ട്. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് കണ്ടോ നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സൈറ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നേരിട്ട് വരെ സംസാരിക്കുക, നല്ലൊരു പ്രൈസിന് തന്നെ വാങ്ങിച്ചെടുക്കുക.